അതെ, അപ്പം നമ്മൾ ഇന്നലെ എവിടെ നിർത്തിയോ അവിടെ നിന്നാണ് ഈ യാത്ര തുടങ്ങുന്നത്. നമ്മളിപ്പോൾ വന്നേക്കുന്നത് സ്കോട്ട്ലാൻഡ്. നമ്മളവിടെ എത്തിയപ്പോഴാണെങ്കിലും ഒരാൾ നമ്മളെയും പ്രതീക്ഷിച്ച് കയ്യിൽ പുറത്ത് തന്നെ നിൽപ്പുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ 4 മണിക്ക് അവിടുത്തെ പരിപാടിയും കഴിഞ്ഞ് സ്കോട്ട്ലാൻഡിൽ എത്തിയപ്പോൾ രാത്രി 10:30. അവിടെ നിന്ന് ഇറങ്ങാൻ ലേറ്റ് ആയതുകൊണ്ട് തന്നെ ഒറ്റ സ്ട്രെച്ചിൽ 5.5 മണിക്കൂർ വണ്ടി ഓടിച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഈ സമയത്തെങ്കിലും ഇവിടെ എത്തിയത്. അതുകൊണ്ട് തന്നെ നല്ല ടയർഡായിരുന്നു. അത് കാരണം കുളിച്ച് റെഡി ആയിട്ടാണ് ഞങ്ങൾ അരങ്ങത്തേക്ക് ഇറങ്ങിയത്. ഫ്രണ്ട്സ് എല്ലാവരും തമ്മിൽ കുടുംബം തന്നെ രാത്രി 11 മണി 12 മണി എന്ന് പറയുന്നത് പോലും നമുക്ക് പകൽ പോലെയാണ്. കണ്ടില്ലേ, ഒരാൾ കുക്ക് ചെയ്യാൻ അടുക്കളയിൽ കയറുന്നത് പോലും രാത്രി 11 മണിക്കാണ്. ഈ പിള്ളേരൊക്കെ ഒരു കാര്യം എന്താ ചെയ്യാല്ലേ. ഞാനും ശ്രീ എന്നൊക്കെ പറയുമ്പോൾ ഞങ്ങൾ തലശ്ശേരി വടകര ഭാഗത്തുള്ള ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ നമ്മളെ വീട്ടിൽ പുതുതായിട്ട് ആരെങ്കിലൊക്കെ വരുമ്പോൾ നമ്മൾ മെയിനായിട്ട് കുക്ക് ചെയ്യുന്ന സാധനം എന്ന് പറഞ്ഞാൽ തലശ്ശേരി ബിരിയാണി ആയിരിക്കും. സോ അതിൽ ഇന്നൊരു മാറ്റമൊന്നും വന്നിട്ടില്ല. തലശ്ശേരി ദം ബിരിയാണി തന്നെയായിരുന്നു ഇന്നത്തെ. എവിടെ പോയാലും ഫുഡാണ് മെയിൻ ഉള്ളതുകൊണ്ട് തന്നെ എൻ്റെ ജോലി ഞാൻ കൃത്യമായ ഒരു മൂലക്കിരുന്ന് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ഫ്രണ്ട്സിന്റെ വീട്ടിലാണെങ്കിൽ എന്താ, അവരെ കുക്ക് ചെയ്യാൻ ഹെൽപ്പ് ചെയ്തുകൂടെയെന്ന് ആരെങ്കിലും മനസ്സിലൊരു അശരീരിയിൽ പോലെ പോയിട്ടുണ്ടെങ്കിൽ അവരോടാണ് എനിക്ക് പറയാനുള്ളത്. വിശ്രമവേളകൾ ആനന്ദകരമാക്കുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടിയാണ് ഞാനിപ്പോൾ വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എന്നെ നിർബന്ധിക്കണം, ഞാൻ അടുക്കളയിൽ കയറില്ല. മാത്രമല്ല കുറേ കാലം നമ്മൾ തന്നെ ഉണ്ടാക്കിയ ഭക്ഷണം കഴിച്ച് മടുക്കുമ്പം ആരെങ്കിലും നമുക്ക് ഫുഡൊക്കെ ഉണ്ടാക്കി തരുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ആ ഫുഡിന് ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. അതെ, ഈ ദമ്മ് ഓടിച്ച സമയത്ത് അങ്ങനെ ഒരു ഫീൽ ആയിരുന്നു. എന്തൊരു നല്ല മണമായിരുന്നു എന്നറിയോ. ഈ തലശ്ശേരിയിലൊക്കെ മംഗലത്തിന് മുമ്പ് കിട്ടുന്നൊരു മംഗല ബിരിയാണി ഉണ്ട്, അതിന്റെ അതേ മണമായിരുന്നു. അതുകൊണ്ട് എന്താ ബിരിയാണി ഉണ്ടത് നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ മറന്നു. എല്ലാവരും മൂക്കുമുട്ട ബിരിയാണി കഴിച്ചു. ബിരിയാണി കഴിച്ചു കഴിഞ്ഞപ്പോഴാണ് ഞാൻ പോലും ഓർത്തത്, ദൈവമേ ബിരിയാണിന്റെ വീഡിയോ പോലും എടുത്തില്ലല്ലോ. കണ്ടോ, ഇവിടെ ഒരാൾക്ക് ശ്വാസം പോലും എടുക്കാൻ പറ്റുന്നില്ല. അങ്ങനെ നമ്മൾ നല്ല ബിരിയാണിയെ കഴിച്ച് ആസ് യൂഷ്വൽ സംസാരം കണ്ടിന്യൂ ചെയ്ത് അന്നത്തെ ദിവസം അങ്ങ് തീർത്തു. അപ്പൊ ഇന്നത്രേ ഉള്ളൂ. ടാറ്റാ.